ഒരു 2022-23 സമയം തൊട്ട് തന്നെ മിക്ക ആളുകളും യൂട്യൂബിലേക്ക് വരണം, യൂട്യൂബർ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ ഉള്ള ഒരു ചിന്തയാണ് യൂട്യൂബിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, അതുകൊണ്ട് മുമ്പോട്ടുള്ള സമയത്ത് യൂട്യൂബിൽ സക്സസ് ആകാന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ യൂട്യൂബിന്റെ CEO കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന വേബ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ചില കണക്കുകൾ പറഞ്ഞിരുന്നു യൂട്യൂബ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ ആ കണക്കുകൾ കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ ഞെട്ടിപ്പോകും. അതായത് ഈ 2022-ലും 23-ലും 24-ലും ഒക്കെ യൂട്യൂബിൽ കോമ്പറ്റീഷൻ ആണ്, ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ചിരുന്ന ആളുകൾ ആയിരിക്കും ആദ്യം ഞെട്ടുക. അമ്മാതിരി ഗ്രോത്ത് ആണ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഈ കഴിഞ്ഞു പോയ ഒരു വർഷം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയമാണിത്. അത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. 2025-ൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കുകളിൽ ഒന്നായിരിക്കും അതെന്നാണ്. കാരണം ആ രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ തുടർന്നുള്ള വർഷങ്ങളിൽ യൂട്യൂബിൽ വരാൻ പോവുകയാണ്. അപ്പൊ യൂട്യൂബ് ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ ചില കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ 100 മില്യൺ ചാനലുകളിൽ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. 100 മില്യൺ കണ്ടന്റുകളല്ല, 100 മില്യൺ ചാനൽസിൽ കണ്ടന്റുകൾ 2024-ൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ ഈ ഒരു ഫീൽഡിലെ കോമ്പറ്റീഷൻ എത്രയുണ്ടെന്നുള്ളത്. 2024-ൽ 15,000-ലധികം ചാനലുകൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത ചാനലുകളുണ്ട്. മനസ്സിലായി? അതായത് ആ കഴിഞ്ഞ വർഷം മാത്രം 1 മില്യൺ ഹിറ്റ് ചെയ്ത 15,000-ലധികം ചാനലുകൾ ഉണ്ടായി. അപ്പൊ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡായിട്ടും 1 മില്യണിലധികം ഫോളോവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ചാനലുകളാണ് 15,000-ലധികം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മളിടുന്ന കണ്ടന്റുകൾ കാണാൻ ആളുണ്ട്, കോമ്പറ്റീഷനോട് ഒരു പ്രശ്നമേ അല്ല എന്നുള്ള കാര്യം. ഓക്കെ, ഇനി ലാസ്റ്റ് ഇയറിലെ യൂട്യൂബേഴ്സിന്, ഇന്ത്യയിൽ നിന്നുള്ള യൂട്യൂബേഴ്സിന് കിട്ടിയ റവന്യൂ എത്രയാണെന്ന് അറിയാമോ? 21,000 കോടി രൂപയാണ് യൂട്യൂബ് റവന്യൂ ആയിട്ട് മാത്രം ലാസ്റ്റ് ഇയറിൽ ഇന്ത്യൻ ക്രിയേറ്റേഴ്സിന് ലഭിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പൈസയാണ് 21,000 കോടി രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിന്റെ അപ്പുറത്ത് വലിയൊരു എമൗണ്ട് ആണ് കഴിഞ്ഞ വർഷം മാത്രം യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് യൂട്യൂബിന്റെ CEO തന്നെ അനൗൺസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത് വരാൻ പോകുന്ന 2 വർഷത്തിലേക്ക് യൂട്യൂബ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഏകദേശം 850 കോടി രൂപയാണ്. അതായത് ക്രിയേറ്റർ എക്കണോമി കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട്, ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അത് ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് ഇവർ ഈ 850 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ക്ലിയർ ആയിട്ട് നമുക്ക് അറിയത്തില്ല. ഒരു പക്ഷേ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതുപോലെ ബോണസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുതിയ പുതിയ പ്രോഗ്രാമുകളൊക്കെ ആയിട്ടായിരിക്കും യൂട്യൂബ് ഈ ഒരു എമൗണ്ട് ക്രിയേറ്റേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ യൂട്യൂബ് വീഡിയോകൾ ഇന്ത്യയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നത്, അതിപ്പോൾ ഏതൊരു റീജിയണൽ ലാംഗ്വേജിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഈ വീഡിയോകളൊക്കെ ഇന്ത്യക്ക് വെളിയിലും ആളുകൾ കാണുന്നുണ്ട്. അതിന്റെ പ്രൂഫ് കൂടെ ഈ ഒരു പ്രോഗ്രാമിൽ അവതരിപ്പിച്ചിരുന്നു. അതായത് ഏകദേശം 45 ബില്യൺ അവേഴ്സിന്റെ വാച്ച് ടൈം ആണ് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഇന്ത്യയിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട വീഡിയോകൾ ഗെയിൻ ചെയ്തത്. അപ്പം നമുക്കൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ, ഇന്ത്യയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് എത്ര ആളുകൾ കാണുന്നുണ്ട്, എത്ര വൈഡായിട്ടാണ് നമ്മുടെ വീഡിയോകൾ ഇപ്പം ആളുകളിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം. അപ്പൊ യൂട്യൂബ് ഈ ഒരു കാര്യം മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഈ ഓട്ടോ ഡബ് എന്ന് പറയുന്ന ഒരു ഫീച്ചറൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് പ്രോപ്പറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ഈ പറഞ്ഞ 45 ബില്യൺ എന്നുള്ളത് അതിന്റെ 10 ഇരട്ടിയായിട്ട് ചിലപ്പോൾ മുമ്പോട്ടുള്ള വർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ വർഷം തന്നെ അത് മാറാനുള്ള സാധ്യതയുണ്ട്. യൂട്യൂബിൽ കോമ്പറ്റീഷൻ കൂടുതലാണ്, പക്ഷെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിന് ഒരു കുറവുമില്ല. ഇഷ്ടം പോലെ മാർഗ്ഗങ്ങൾ യൂട്യൂബ് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ യൂട്യൂബ് അഫിലിയേറ്റ് എന്നൊക്കെ പറയുന്ന പുതിയ പ്രോഗ്രാം ഒക്കെ വന്നത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതേപോലുള്ള പുതിയ 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 പ്രോഗ്രാമുകൾ യൂട്യൂബ് തുടർന്നുള്ള വർഷങ്ങളിലേക്ക് കൊണ്ടുവരികയും അപ്പോൾ ഈ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റി മുമ്പോട്ടുള്ള സമയത്ത് ഇതിനേക്കാളും സ്ട്രോങ് ആയിട്ട് തന്നെ ബിൽഡ് ചെയ്ത് വരാനാണ് സാധ്യത. അപ്പൊ യൂട്യൂബ് തുടങ്ങിയിട്ട് ഈ 2025 ഏപ്രിലിൽ 20 വർഷം കംപ്ലീറ്റ് ചെയ്യുകയുടെ ആയിരുന്നു. അപ്പൊ ഈ 20 വർഷവും യൂട്യൂബിനെ വെല്ലാനായിട്ട് മറ്റൊരു പ്ലാറ്റ്ഫോമിന് വരാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്കറിയാം ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെയൊക്കെയുള്ള സർവീസുകൾ ഉണ്ടെങ്കിലും യൂട്യൂബ് പോലൊരു പ്ലാറ്റ്ഫോം, ഫ്രീ ആയിട്ട് കണ്ടന്റുകൾ സ്ട്രീം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം മുമ്പോട്ടുള്ള സമയത്തും ഈ ഒരു ലെവലിൽ തന്നെ ഇവർ മുമ്പോട്ട് പോകും. അപ്പൊ യൂട്യൂബിൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ കണ്ടന്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വരത്തൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് തന്നെ അത് കണ്ടെത്തണം, എന്നെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം മുമ്പ് ഈ സെയിം ടോപ്പിക്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ ഏറ്റവും പറ്റിയ സമയം ഇതാണ്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല പ്രയോജനമാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം വീഡിയോകൾ പല വർഷങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു 8 വർഷത്തോളമായി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പല വീഡിയോകളിൽ ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ആ വീഡിയോകൾ കണ്ട് മോട്ടിവേറ്റ് ആയിട്ട് എത്ര പേര് എവിടെയൊക്കെ വീഡിയോകൾ ഇട്ട് തുടങ്ങി സക്സസ് ആയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ളവർ ഒരു പരിധി വരെ എവിടെയെങ്കിലും ഒക്കെ സക്സസ് ആയിട്ടുണ്ടാകും. അപ്പൊ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആ ഒരു മൈൻഡിൽ തന്നെ എടുക്കുക. നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആകാനുള്ള സമയം അല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ. കാരണം പൈസ മുടക്കൊന്നുമുള്ളൊരു കാര്യമല്ല യൂട്യൂബിൽ വീഡിയോ ചെയ്യുക എന്നുള്ളത്. മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കാതെ ഇരിക്കുക.
ആഗ്രഹിക്കുക. നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യുക. ചിലപ്പോൾ അതിന്റെ ഒരു പ്രയോജനം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വർഷം കിട്ടിയില്ല എന്ന് വരാം. ചിലപ്പോൾ ഒരു 2-3 വർഷം കഴിയുമ്പോഴായിരിക്കും അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെ യൂട്യൂബുമായി ബന്ധപ്പെട്ട ടിപ്സും ട്രിക്സും അപ്ഡേറ്റുകളും ഒക്കെ ആദ്യം ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.